Good morning. Good morning, teacher. Good morning. Good morning, ma'am. Morning. Okay, we can start. Who is going to do prayer? Nara prayer. ടീച്ചർ പ്രയർ പറഞ്ഞ ആൾ ഇതുവരെയും ക്ലാസ്സിൽ കയറിയിട്ടില്ല. കുഴപ്പമില്ല, ആരെങ്കിലും റെഡി ആണെങ്കിൽ ചെയ്തോളൂ. ഞാൻ പറയാം പ്രയർ. ഓക്കെ, അത്ഭുതാനന്ദരൂപിയാം ദേവാനിത്യവും ചിത്തവേദിയിൽ അത്ഭുതാനന്ദരൂപിയാം ദേവാനിത്യവും ചിത്തവേദിയിൽ നർത്തനമാടും പൊൻചിലമ്പാലി കേട്ടുണരട്ടെ സർവവും സ്തോത്രധാനങ്ങളാകും പൂവുകൾ നിത്യവും പാദപീഠത്തിൽ അർപ്പിൻ പൂക്കൈക്കൊള്ളേണമേ ഭവാൻ തുച്ഛമാമിയുപഹാരം അർപ്പിൻ പൂക്കൈക്കൊള്ളേണമേ ഭവാൻ തുച്ഛമാമിയുപഹാരം. Okay, very sweet. Okay, what's next? Sign in, miss. Good morning to all. Sign in. The name of the story is The Lion and the Cow. Once upon a time, there lived 4 cows in the forest. Every day they used to graze together in a particular spot. They were all friends. One day, a lion saw the cow grazing together. The lion wanted to eat them. He wanted to catch them. When the cow saw the lion, all of the lion fighting with them, the lion had run away. A few days passed. The lion cow quarreled with ഓക്കെ, അനുശ്രീക്ക് എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ആണോ, കോൾ വന്നതാണോ, ലെഫ്റ്റ് ആയി പോയല്ലോ, സ്റ്റോറി പകുതി. ഓക്കെ, വി വിൽ വെയിറ്റ് ഫോർ 1 or 2 minutes. നമുക്കൊരു കുറച്ച് സമയം നോക്കാം ആള് ജോയിൻ ആവുമെന്ന് പറഞ്ഞു തുടങ്ങിയതല്ലേ. ഓക്കെ, നെക്സ്റ്റ് വേറെ ആരാ ഉണ്ടായിരുന്നേ? സൈനിൻ ആണോ? സൈനിൻ അല്ലേ ഇപ്പൊ ചെയ്തത്? തോട്ട് ഫോർ ദ ഡേ ആണോ? സൈനിൻ ആണോ? Thought of the day. You cannot change your future, but you can change. APJ Abdul Kalam. ഓക്കെ, അനുശ്രീ വരട്ടെ. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കഥയുടെ ബാക്കി കേൾക്കാം. സോ നമ്മൾ എവിടെ വരെ എത്തി? മാം, ഇനി പേഴ്സണൽ ഹൈജീനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്, സെക്കൻഡ് യൂണിറ്റിലുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം മാം അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു ഹാൻഡ് വാഷ് ടെക്നിക്കിനെ കുറിച്ചിട്ടും, പിന്നെ ഹെൽത്ത് ആൻഡ് അൺഹെൽത്തി ആയിട്ടുള്ള ആളെ കുറിച്ച് കമ്പാരിസൺ, പിന്നെ വേരിയസ് ഏജൻസി ഫോർ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ? അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. കംപ്ലീറ്റ് ചെയ്തു ടീച്ചർ, 3 കംപ്ലീറ്റ് ആണ്. വെരി ഗുഡ്. 3 കംപ്ലീറ്റ് ആണ് ടീച്ചറെ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്തു പോവുകയാണെങ്കിൽ ലാസ്റ്റ് മൊമെന്റ് ആവുമ്പോഴേക്കും ഒരു ടെൻഷൻ വേണ്ട. ഓക്കെ, സോ നിങ്ങൾ എല്ലാരും റെക്കോർഡ് എല്ലാരും തന്നെ വാങ്ങിയല്ലേ? യെസ് ടീച്ചർ. റെക്കോർഡ് വാങ്ങുകയും ചെയ്തു. മാം പറഞ്ഞ 2 റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ്സ് നൈസ്. നിങ്ങൾക്ക് അത് റിലേറ്റഡ് എന്തെല്ലാം എക്സ്ട്രാ അതിൽ പറഞ്ഞിരിക്കുന്ന അല്ലാതെ അതിന് ആ ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് എന്തൊക്കെ കൂടുതൽ കിട്ടുന്നു അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് കുട്ടികൾക്ക് കൂടുതലും ആക്ടിവിറ്റീസ് കൊടുത്താണ് നമ്മൾ അവരെ ലേണിംഗ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകുന്നത്. സോ അത് നമുക്ക് ആഡ് ചെയ്ത് പോവാം. ഞാനിപ്പോ ഈ ലെസൺ ഒന്ന് ഷെയർ ചെയ്യാം.
Okay, so personal hygiene. ഓക്കെ, പേഴ്സണൽ ഹൈജീനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ചെറുപ്പം തുടങ്ങി നമ്മൾ ശീലിച്ച പല കാര്യങ്ങളും നമ്മുടെ പേഴ്സണൽ ഹൈജീനിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ എങ്ങനെയോ ശീലിച്ചോ അതുപോലെ നമ്മൾ എന്ത് കണ്ടു, നമ്മളുടെ വീട്ടിലുള്ളവർ കാണിക്കുന്നത് എങ്ങനെ കാണുന്നു, അതിനനുസരിച്ചായിരിക്കും ചെറിയ കുട്ടികൾ അവരെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ അവർ പലരെയും റോൾ മോഡൽസ് ആക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, സോ നമുക്ക് നോക്കാം പേഴ്സണൽ ഹൈജീനിൽ എന്താ പറയുന്നതെന്ന്. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മളുടെ ഒരു കസ്റ്റം അനുസരിച്ച് നമ്മുടെ ഒരു എന്താ പറയാ ഒരു നമ്മളുടെ റീജിയന്റെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ അനുസരിച്ച് നമ്മളെല്ലാവരും രാവിലെയും വൈകിട്ടും കുളിക്കുന്നവരാണ്. പുറത്ത് പോയി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കുളിക്കും, അല്ലെങ്കിൽ കൈയും കാലും മുഖമൊക്കെ വൃത്തിയായിട്ട് കഴുകും, പിന്നീട് കുളിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾക്ക് പല കാര്യങ്ങളും, പിന്നെ ബ്രഷ് ചെയ്യുന്നതും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ശേഷം, അതെല്ലാം നമ്മൾക്ക് കുറെ ശീലങ്ങളുണ്ട്. പല പല നാടുകൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകളുടെ രീതികൾ ഡിഫറെന്റ് ആണ്. പല ഈവൻ ഫുഡ് ഹാബിറ്റ്സ് തന്നെ. എനിക്കിങ്ങനെ ഈ പല നാടുകളിലെ ഫുഡ് ഹാബിറ്റ്സ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. യൂട്യൂബിൽ ഞാൻ കൂടുതൽ സെർച്ച് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ഇപ്പൊ ചൈനീസ് അവരൊക്കെ ചെയ്യുമ്പോൾ അവർ യൂസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ പോലെ ഈ മത്തന്റെ തളിരില വെച്ചിട്ട് നമ്മൾ തോരനാക്കി കഴിക്കുമെങ്കിൽ അവരങ്ങനെ ആസച്ച് അവരുടെ മുന്നിൽ ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, സ്റ്റൗ പോലെ എന്തെങ്കിലും. അതിന്റെ മുകളിൽ വലിയ ഒരു പാത്രം, എന്തോ എന്ന് പറയുമല്ലോ ആ പാത്രത്തിന്, അതിങ്ങനെ വെച്ചിട്ട് അതിനകത്ത് ഇതിങ്ങനെ തിളച്ചോണ്ടിരിക്കുകയായിരിക്കും. അവരുടെ കയ്യിൽ ചെറിയൊരു ബൗൾ ഉണ്ടാവും, അതിൽ റൈസ് ഉണ്ടാവും. അതിന്റെ കൂടെ ഇവർ ഈ കഴിക്കുമ്പോൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് എടുക്കുക. സ്പിനാച്ചൊക്കെ, ചീരയൊക്കെ അങ്ങനെ അപ്പൊ വേര് കളഞ്ഞ് അങ്ങനെയുള്ള തണ്ടില്ലേ, നമ്മൾ ചെറിയ കുനുകുനാന്ന് അരിയുവാണെങ്കിൽ അവർ അങ്ങനെ ആയിരിക്കും അതിനകത്തേക്ക് ഇടുന്നത്. അങ്ങനെ തന്നെ അതിൽ നിന്ന് കഴിക്കും. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ള ആ ഒരു വേവിനനുസരിച്ചിട്ട് കഴിക്കാൻ തോന്നും. പിന്നെ ഈ മരത്തിലൊക്കെ നമുക്ക് കൂണുണ്ടാവുമല്ലോ, നമ്മൾ നല്ല ക്ലീൻ വൈറ്റ് ആയിട്ടുള്ള കൂണൊക്കെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഇവർ ഈ മരത്തില് ഒരുമാതിരി വഴുവഴുപ്പായിട്ട് ഒരു തരം കൂണുണ്ടാവില്ലേ, ബ്രൗൺ കളറിൽ, എന്റെ ഈ ഡ്രസ്സിന്റെ ഒക്കെ കളറിൽ വരുന്ന രീതിയിലുള്ള കൂണുണ്ടാവും. അതുവരെയും അവർ എഡിബിൾ ആണ്, അവരത് കഴിക്കും. പിന്നെ നമ്മളിവിടെ പുല്ലെന്ന് പറഞ്ഞിട്ട് കളയുന്ന എന്തോ ഒരു ചെടി, അതൊക്കെ ഇവര് എഡിബിൾ ആയിട്ട് ഭക്ഷണമായിട്ട് കഴിക്കുന്ന കാണാം. മേ ബി അവരുടെ ഹെൽത്തിൻ്റെതായിരിക്കും. പിന്നെ ഭയങ്കര സ്പൈസസ് ഒന്നുമില്ല, എല്ലാം നാച്ചുറൽ. അവർ കൂടുതൽ പൊടികളെക്കാൾ കൂടുതൽ എല്ലാം മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ആസച്ച് അങ്ങനെ തന്നെ യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടു. പിന്നെ അവര് തന്നെ ഉണ്ടാക്കുന്ന പല സോസുകളുമാണ് അവര് കഴിക്കുന്നത്. നമ്മൾ എന്തോരം ആർട്ടിഫിഷ്യൽ ആയിട്ടും അങ്ങനെയുള്ളതിൽ എന്റെ പുറകെ പോകുന്നു അല്ലെ പലപ്പോഴും. അങ്ങനെ നോക്കുമ്പോ അവരുടെ ആ ഒരു ഹെൽത്ത് ലൈഫ് സ്റ്റൈലിന്റെ ആയിരിക്കാം അവരുടെ ഒരു ഹെൽത്ത്. ജപ്പാൻ, ചൈന പോലുള്ള രാജ്യങ്ങളുടെയൊക്കെ ആ ഒരു ഫുഡ് ഹാബിറ്റ്സ് ആണ്. പിന്നെ ഇവർ ഏതെങ്കിലും ഒരു നോണൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ഒരു ജീവികളുടെ മീൻസ് ഏതെങ്കിലും മീൻസ് പിഗാണോ അതോ അങ്ങനെ ബാക്കി അങ്ങനെ ഗോട്ട് അങ്ങനെയൊക്കെയാണോന്ന് അറിയില്ല. എന്റെ ഈ നെയ് വരുന്ന പോർഷനില്ലേ, അത് ഫസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് അതിനകത്തേക്കാണ് ഈ പച്ചക്കറികളൊക്കെ ഇട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നതും മുളകും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ചേർക്കുന്നത്. എന്നിട്ട് അവരൊക്കെ നല്ല മെലിഞ്ഞ് അങ്ങനെ ഭയങ്കര തടിയൊന്നുമില്ല അല്ലേ എന്തോ. ഓക്കെ ഫൈൻ. സോ നമ്മള് പേഴ്സണൽ ഹൈജീൻ, സോ വാട്ട് എവർ നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ കഴിക്കുക. വേറൊരു നാട്ടിൽ പോയി ഇതുപോലെ ഭക്ഷണമൊക്കെ വേറെ അവരുടെ രീതിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ആ ഒരു നാട്ടിൽ പോയപ്പം ആ ഒരു രീതി ഫോളോ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചപ്പാത്തി പിന്നെ അങ്ങനത്തെ റോട്ടി ഐറ്റംസ് അത് മാത്രമേ കഴിക്കുള്ളൂ. കാരണം ബാക്കിയൊന്നും എനിക്ക് അങ്ങനെ പറ്റില്ല. തമിഴ്നാട്ടിലൊക്കെ പോയാലും അവിടുത്തെ സാമ്പാറൊന്നും ഒട്ടും കഴിക്കാൻ പറ്റില്ല. അപ്പം ജസ്റ്റ് അവരുടെ റോട്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉള്ള സാധനങ്ങൾ മാത്രം വിത്തൗട്ട് ഡിഷ് കഴിക്കും. പിടിച്ചിക്കണമെങ്കിൽ അത് തന്നെ പറ്റുള്ളൂ, നമുക്ക് കറി അങ്ങ് പറ്റണില്ല. ഓക്കെ, സോ ഇതാരാ ഒന്ന് റീഡ് ചെയ്യാം പേഴ്സണൽ ഹൈജീൻ. യെസ് പ്ലീസ്. ഈ രണ്ട് പാരഗ്രാഫ് റീഡ് ചെയ്യട്ടെ മാഡം. Human body can provide places for diseases causing germs and parasites to grow and reproduce.
These places include the skin and in and around the opening of the body. It is less likely that germs and parasites will get inside the body if people have good personal hygiene. Personal hygiene may be described as the principle of maintaining a neatness and grooming of external body. Personal hygiene is, as it says, personal. Everybody has their own habits and standards that they have been taught and they learn from others. It is basically the promotion and continuous of good health. So, the proper and organized working of the body, it is necessary to have good personal hygiene. Through proper health education, we have to develop good hygiene habits in children. അത് ബാക്കി പോയിന്റ്സ് വായിക്കണം മിസ്. വേണ്ട, നമുക്ക് ജസ്റ്റ് പേഴ്സണൽ ഹൈജീനെ കുറിച്ചൊന്ന് പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ. നമ്മുടെ ഹ്യൂമൻ ബോഡി നമുക്കറിയാം, നമ്മൾ എങ്ങനെയൊക്കെ നമ്മളുടെ ഒരു ക്ലൈമറ്റിനനുസരിച്ച് നമ്മൾ ഡ്രസ് ചെയ്താലും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ കുറെ ഉണ്ട്. നമ്മുടെ കാലിന്റെ, കൈയുടെ, ഫേസ്, പിന്നെ ഓപ്പൺ ആയിട്ട് വരുന്ന മൗത്ത്, ചെവി, നോസോൾസ്, ഇതെല്ലാം ഓപ്പൺ ആയിട്ടിരിക്കുക. കണ്ണ് ഡെഫിനറ്റ്ലി. ഓക്കെ, ഇതിനൊക്കെ പ്രൊട്ടക്ഷൻ വേണം. അതാണ് നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പോൾ ദേഹശുദ്ധി വരുത്തണം, അല്ലെങ്കിൽ കുളിക്കണം. അത് പറ്റാതെ വരുവാണെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് കൈയും കാലും മുഖവും എങ്കിലും കഴുകി വീട്ടിനകത്തേക്ക് കയറും. അല്ലെങ്കിൽ വീട്ടിൽ കയറിയിട്ടാണ് ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത്. പണ്ടൊക്കെ വീടുകളിൽ ഇതുപോലെ ടാപ്പിന്റെ ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് വലിയ കിണ്ടിയില് വെള്ളം ഇങ്ങനെ പുറത്ത് സ്റ്റെപ്പിന്റെ അവിടെ വയ്ക്കും. വന്ന് വരുന്നവര് കാല് കഴുകി അങ്ങനെ ഒക്കെ ആയിരുന്നു കയറുന്നത്, അല്ലെ? പേഴ്സണൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ് ഫോർ ഡിസീസസ്. അവർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം തന്നെയാണ്. പാരസൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ഇത്തിൽ കണ്ണി മാവിലൊക്കെ ഇങ്ങനെ കയറി ആ മാവിനെ നശിപ്പിക്കുന്നത്, അതുപോലെ പാരസൈറ്റ്സ് ജീവികളുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മളുടെ ബോഡിയിൽ കയറി ഈ പുഴു അങ്ങനെയൊക്കെ പറയാറില്ലേ ഒരു സാധനം. അപ്പൊ നമ്മുടെ ബോഡിയിൽ ടേപ്പ് ഇതെല്ലാം അങ്ങനെയാണ്. നമ്മുടെ ബോഡിയിൽ കയറി നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം അവരങ്ങ് വലിച്ചെടുക്കും. എന്നിട്ട് അവര് വളരും, അവര് റീപ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആള് ഭയങ്കര വീക്കാവും. നമ്മൾ കഴിക്കുന്ന ഒന്നും നമ്മുടെ ശരീരത്തിൽ പിടിക്കില്ല. ഈ ഇങ്ങനെയുള്ള പാരസൈറ്റ്സ് ആണ് അത് മുഴുവൻ ഇതാക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇത് നമ്മുടെ സ്കിന്നിലൂടെയും നമ്മുടെ ഓപ്പണിംഗ് ഓഫ് ദ ബോഡിയിലൂടെയും എല്ലാം ഇത് ഇങ്ങനെ ജേംസും പാരസൈറ്റ്സും ഉള്ളിൽ കടക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഗുഡ് പേഴ്സണൽ ഹൈജീൻ ഹാബിറ്റ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പൊ പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നീറ്റ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മുടെ ബോഡിയെ പ്രിപ്പയർ ചെയ്യുക, ഗ്രൂമിങ് ഓഫ് ദി എക്സ്റ്റേണൽ ബോഡി, നമ്മുടെ എക്സ്റ്റേണൽ പാർട്സ്, ബോഡിയുടെ എക്സ്റ്റേണൽ പാർട്സിനെ എപ്പോഴും പ്രിപ്പയർ ചെയ്യുക. നമ്മളത് എപ്പോഴും കുളിച്ച് നമ്മൾ വൃത്തിയായിട്ട്, അല്ലെ? ഇനിയിപ്പോ ചൂടുകാലം തുടങ്ങുമ്പോഴേക്കും നമുക്ക് അസ്വസ്ഥതകൾ കൂടും. നമുക്ക് ആ ചൂട് ചിലപ്പോ ആ ചൂട് നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള ചൂട്, പലർക്കും പല രീതിയിൽ ചൂടിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നും. ആ സമയത്തൊക്കെ ലൂസ് കോട്ടൺ ഡ്രസ്സുകൾ ധരിക്കുക, അങ്ങനെ നമുക്ക് കുറെ ഇൻസ്ട്രക്ഷൻസ് കിട്ടും, അല്ലെ? അപ്പൊ മാക്സിമം നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കും. കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ ഈ ചൂടുകുരു പോലത്തെ സംഭവങ്ങൾ വരും. അവർക്ക് കാൻഡിഡ് പൗഡർ പോലുള്ള കാര്യങ്ങളും, പിന്നെ സ്കൂളുകളിൽ അവരെ ആ ഒരു ടൈമിൽ ഭയങ്കര ചൂടുള്ള സമയത്ത് കളിക്കാൻ പുറത്ത് വിടാതെയും അങ്ങനെയൊക്കെ നോക്കും. കാരണം നമ്മുടെ ബോഡി അങ്ങ് എക്സ്പോസ്ഡ് ആവുകയാണ് ഈ ഒരു സണ്ണിന്റെ UV ലൈറ്റിന്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ നീറ്റ്നെസ്സും ഈ നമ്മുടെ ബോഡിയെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. പേഴ്സണൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പേഴ്സണൽ. എല്ലാ ആളുകളും അത് അവനവൻ തന്നെ ചെയ്യണം. പക്ഷെ കുട്ടികളുടെയും ഒത്തിരി പ്രായമായി തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരാള് ചെയ്തു കൊടുക്കുക തന്നെ വേണം. കുട്ടികൾ ഒരു പ്രായം വരെയും നമ്മളാണ് അവരെ ആ ഒരു ട്രെയിൻ ചെയ്യിക്കേണ്ടതും അവർക്ക് വേണ്ട ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അവർ പഠിക്കുന്നു, മറ്റുള്ളവരിൽ നിന്നും അവര് കണ്ട് മനസ്സിലാക്കി അങ്ങനെ പഠിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുവാണ്. കാരണം ത്രൂ ഔട്ട് അവർ ജീവിക്കുന്നിടത്തോളം കാലം അവരുടെ പേഴ്സണൽ ഹൈജീനും അതുപോലെ തന്നെ അവരുടെ ഹെൽത്തും ഇമ്പോർട്ടൻസ് തന്നെയാണല്ലോ. അപ്പൊ പ്രോപ്പർ ആയിട്ട് ബോഡിയെ, നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഗുഡ് പേഴ്സണൽ ഹൈജീൻ തന്നെ വേണം. അല്ലെങ്കിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ആയിരിക്കും. ഇതുപോലെ തന്നെ അൺഹെൽത്തി
അറ്റ്മോസ്ഫിയറിൽ ജീവിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് ഒരു അസുഖങ്ങൾ വരുന്നു അല്ലെ, ക്ലീൻ വാട്ടർ ഇല്ലാതെയും സാനിറ്റേഷൻ പ്രോപ്പർ ആയിട്ടില്ലാതെയും ശരിയായ രീതിയിലുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ലാതെയൊക്കെ വരുമ്പോൾ അവര് പലപ്പോഴും അസുഖങ്ങൾ അവർക്ക് പെട്ടെന്ന് വരുന്നു. പിന്നെ പ്രോപ്പർ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ നമുക്ക് ഗുഡ് ഹൈജീൻ ഹാബിറ്റ്സ് കുട്ടികളിൽ വളർത്താം. അപ്പൊ കുട്ടികളിൽ നമുക്ക് ഇങ്ങനെയുള്ള ഹൈജീൻ ഹാബിറ്റ്സ് വളർത്താം. നമ്മൾക്കിത് സ്കൂളുകളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ത്രൂ ആക്ടിവിറ്റീസ് അവരിൽ ഹൈജീൻ നമുക്ക് വളർത്താനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, മുടി കോംപ് ചെയ്യുന്നതിന്റെയും അതുപോലെ തന്നെ നെയിൽ കട്ട് ചെയ്യുന്നതിന്റെ അങ്ങനെ പല പല കാര്യങ്ങളും, നല്ല അഴുക്ക് പിടിച്ച സാധനങ്ങളൊന്നും കയ്യിലെടുക്കാതിരിക്കുക. അങ്ങനെ ത്രൂ ഏതെങ്കിലും ഒരു സ്റ്റോറിയോ റോൾ പ്ലേയിലൂടെ നമുക്ക് കുട്ടികൾക്ക് ആ ഒരു അവയർനെസ് കൊടുക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ആ ഹാബിറ്റ്സ്, ആ ഓരോ കാര്യങ്ങളിലും ഹാബിറ്റ്സ് എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിൽ കുറെ പോയിന്റ്സ് പറയുന്നുണ്ട്. ഓരോരോ പോയിന്റ്സ് ആയിട്ട് വയ്ക്കാം, നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ടും പറ്റുമായിരിക്കും നമ്മളുടെ കുഞ്ഞുങ്ങളെയോ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള മറ്റു കുട്ടികളെയോ. ഹാബിറ്റ്സ് ഓഫ് ക്ലെൻലിനെസ് ആണ് ഫസ്റ്റ് വൺ. ആരെങ്കിലും വായിച്ചു? വായിക്കട്ടെ ടീച്ചർ? Yes, please. Habits of cleanliness. Habits once formed become a part of the personality of the child, so they must learn good habits from the period of being young. The teachers show clean and tidy that itself affect the habits of the students. അടുത്ത പോയിന്റ് നമുക്കിതൊന്ന് പറയാം. അപ്പൊ ഹാബിറ്റ്സ് ഓഫ് ക്ലെൻലിനെസ്, ആ ഒരു നീറ്റ് ആയിരിക്കേണ്ടത് അതിന്റെ ഹാബിറ്റ്സ്. ചില സമയത്ത് കുട്ടികൾ നമ്മളെ കറക്റ്റ് ചെയ്യുന്ന ഇതും ഉണ്ടാവാറുണ്ട് അല്ലെ, അവര് നല്ല രീതിയിൽ അത് ഫോളോ ചെയ്യുമ്പോൾ വൺസ് അവർക്കത് മനസ്സിലായി കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ അത് ഫോളോ ചെയ്യും. ഒരു വൺസ് ഹാബിറ്റ് നമ്മളുടെ ലൈഫിലെ ഒരു പാർട്ടായി കഴിഞ്ഞാൽ അത് നമ്മളുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗം. അപ്പൊ ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറും. അപ്പൊ അതുകൊണ്ട് അവര് വളരുന്ന പ്രായത്തിൽ, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രായത്തിൽ, അവരുടെ ഓർമ്മ നല്ല ഷാർപ്പാകുന്ന പ്രായത്തിൽ, മെമ്മറി നല്ല ഷാർപ്പാകുന്ന പ്രായത്തിൽ തന്നെ അവര് ഗുഡ് ഹാബിറ്റ്സ് പഠിച്ചിരിക്കണം. അത് കുറെ പ്രായത്തിന് ശേഷം ഗുഡ് ഹാബിറ്റ്സിലേക്ക് പോകുന്നല്ല, ചെറുപ്പം തുടങ്ങി അവരത് ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകും. അപ്പോൾ ടീച്ചേഴ്സ്, നമ്മൾ പറഞ്ഞു 3 years കഴിയുമ്പോൾ അവരുടെ മെമ്മറി ഷാർപ്പാകുന്നു. അവർ കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്നത് സ്കൂളുകളിലായിരിക്കും. അപ്പൊ ടീച്ചേഴ്സ് ആണ് അവരെ കാണിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണ് ക്ലീൻ ആയിരിക്കുകയും നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യുന്നത്. അത് കുട്ടികളിൽ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് ടീച്ചേഴ്സ് ആണ് പലപ്പോഴും കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ക്ലീൻ ബോഡി സ്കിൻ. വായിക്കട്ടെ. Clean body skin. If the surface is not kept clean, it will not be able to check the influence of germs. So teachers should highlight the significance of clean body skin and the outer surface of the body. ഓക്കെ, സോ ക്ലീൻ ബോഡി സ്കിൻ പലപ്പോഴും ടീച്ചേഴ്സ് ആണ് ശരിക്കും കൂടുതൽ അവർക്ക് മനസ്സിലാവും. അവർ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ പല കുട്ടികളും മുഷിഞ്ഞ വേഷത്തില് കുളിക്കാതെ അങ്ങനെയൊക്കെ വരുന്നത് കാണും. അപ്പം പിന്നെ ബോഡിയിൽ അവിടെ അവിടെയൊക്കെ അഴുക്ക് പിടിച്ചിരിക്കുന്നതും ഒക്കെ അവരുടെ ശ്രദ്ധയിൽപ്പെടും. അപ്പം ആ സർഫസ്, നമ്മുടെ ബോഡിയുടെ സർഫസ് എപ്പോഴും നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് വെക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അസുഖങ്ങൾ പരത്തുന്ന അണുക്കൾ ഇവരുടെ ബോഡിയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ടീച്ചേഴ്സ് എപ്പോഴും ക്ലീൻ ബോഡിയുടെ ഇമ്പോർട്ടൻസ് കുട്ടികളുടെ മുന്നിൽ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ സ്കിൻ ആൻഡ് ഔട്ടർ സർഫസ് ഓഫ് ദ ബോഡി, നമ്മുടെ ബോഡിയുടെ പുറത്തുള്ള എല്ലാ ഭാഗങ്ങളും ക്ലീൻ ആക്കി തന്നെ വെക്കണം എന്നുള്ള രീതിയിൽ കുട്ടികളോട് പറയും. നെക്സ്റ്റ്, അവരുടെ ഹെയർ, നെയിൽസ്, ഫിംഗർ ആൻഡ് ടിപ്പ്. Neatness of hair, nails, finger, and teeth. These parts of our body should be maintained clean by washing, combing, cutting, and brushing whenever required. നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ നമുക്ക് വളരുന്നത് കാണുന്നത് നമുക്കറിയാം. നഖം 2-3 ദിവസം വെട്ടിയില്ലെങ്കിൽ അത് നെയിൽസ് നീളം കൂടും. പിന്നെ അതുപോലെ തന്നെ മുടി ചിലപ്പോൾ കണ്ണിലേക്കൊക്കെ വീഴും. ബോയ്സിന്റെ ഒക്കെ ആണെങ്കിലും ഗേൾസിന്റെ ആണെങ്കിലും മുടി ഷോർട്ട് ആയിരിക്കുമല്ലോ. അപ്പൊ വളർന്നു വരുമ്പോൾ ചിലപ്പോൾ കണ്ണിലേക്ക് വീഴും. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പിന്നെ വിരലുകള്, ചില കുട്ടികൾ വിരലിങ്ങനെ സക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ അതൊക്കെ എപ്പോഴും അവർക്ക്, അപ്പം ആ വിരലിൽ എന്തെങ്കിലും അണുക്കൾ ഉണ്ടെങ്കിൽ അത് എപ്പോഴും വായിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ പല്ലുകള്,
അവരോട് ബ്രഷ് ചെയ്യേണ്ടതിന്റെ ആവശ്യവും ബ്രഷ് ചെയ്യുന്ന രീതികളും എല്ലാം ഇതെല്ലാം നമുക്ക് ത്രൂ റൈംസ് ത്രൂ റോൾ പ്ലേ ഒക്കെ നമുക്ക് ചെയ്യിക്കാവുന്നതാണ്. ഈ ബോഡിയുടെ ഈ പാർട്സ് എല്ലാം നല്ല ക്ലീൻ ആയിരിക്കണം. എപ്പോഴും വാഷ് ചെയ്ത് മുടിയൊക്കെ ആണെങ്കിൽ കോംപ് ചെയ്ത് പിന്നെ മുടി ട്രിം ചെയ്യണമെങ്കിൽ ട്രിം ചെയ്ത് പിന്നെ നഖം വെട്ടി ഫിംഗേഴ്സ് എല്ലാം നല്ലപോലെ വൃത്തിയായിട്ട് വെച്ച് അങ്ങനെ നമ്മൾ പ്രോപ്പറായിട്ട് പല്ല് തേക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ തുടക്കം തന്നെ പല്ല് തേക്കേണ്ട ആ ഒരു രീതിയൊക്കെ അവർക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അത് ഫോളോ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ്. Ears, eyes, nose, and throat. Ears, being one of the most important organs of the body, should be cared for, and any defect or injury in the ears should be immediately brought to the notice of a doctor. Eyes should be washed regularly with clean water. In the same way, the nose and throat are also to be kept clean. Throat is joined with nose, ears, and mouth. Thank you. കണ്ണ്, ചെവികള്, അതുപോലെ തന്നെ ഇതെല്ലാം ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് അല്ലെ, നോസ്, അതുപോലെ തന്നെ ത്രോട്ട്. ചെവി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, കാരണം കുട്ടികൾ എന്തെങ്കിലും കുഞ്ഞു സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ചെവിയില് മൂക്കിലൊക്കെ ഇങ്ങനെ തിരികെ കയറ്റും അല്ലെ. ഈവൻ നമ്മൾ ഇയർബഡ് എങ്ങാനും യൂസ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ അവർക്കറിയില്ല അതെങ്ങനെ അത് യൂസ് ചെയ്യണമെന്ന്. അവരിങ്ങനെ ചിലപ്പോ ഇൻസേർട്ട് ചെയ്യുമായിരിക്കും. അതെല്ലാം ചെവിയെ ഹാമാക്കും. ശരിക്കും ഇയർബഡ് യൂസ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ് തന്നെയാണ്. ഒരു ബോഡിയുടെ ഓർഗൻസിന്റെ ഇമ്പോർട്ടന്റ് പാർട്ടാണ്. നല്ല രീതിയിൽ നമ്മൾ കെയർ ചെയ്യണം. അതിന് എന്തെങ്കിലും ഡിഫക്റ്റോ ഇഞ്ചുറിയോ ഉണ്ടാകരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഡോക്ടറെ കാണിക്കണം. അല്ലെങ്കിൽ അതൊക്കെ കേൾവിയെയും, ചെവിയിലൊക്കെ ആണെങ്കിൽ കേൾവിയൊക്കെ ബാധിക്കും. കണ്ണുകൾ എപ്പോഴും ക്ലീൻ വാട്ടർ കൊണ്ട് വാഷ് ചെയ്യും. അതുപോലെ തന്നെ മൂക്കും ത്രോട്ട്. എൻ്റെ ചേച്ചിക്കും ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും ആദ്യം കുഞ്ഞുണ്ടായത് ചേച്ചിക്കായിരുന്നു കേട്ടോ. ചേച്ചിക്ക് മോളുണ്ടായ സമയത്ത്, ചേച്ചിയും ചേട്ടനും നഴ്സാണ്. ഈ ചേട്ടൻ കുഞ്ഞു ബേബി ആയിരുന്ന സമയത്ത് ഇങ്ങനെ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് അതിനെ ഇങ്ങനെ ചേട്ടനെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇയർബഡ് അല്ലെങ്കിൽ കോട്ടൺ തുണി ഇങ്ങനെ തിരിപോലാക്കിയിട്ട് ചെവിയുടെ ഇവിടേക്ക് ഇങ്ങനെ തുടയ്ക്കും. അകത്തേക്ക് ഇടില്ല, ഇങ്ങനെ അധികം ഈ ഭാഗമൊക്കെ തുടച്ച് ബാക്കെല്ലാം ഇങ്ങനെ തുടയ്ക്കും. പിന്നെ മൂക്കിൻ്റെ ഉള്ളിലൊക്കെ തുടയ്ക്കും. അപ്പൊ ഞാനിത് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. കുഞ്ഞിങ്ങനെ ഉറങ്ങിയിരിക്കണ്ടാവും. അപ്പൊ നല്ല ക്ലീൻ ആയിരുന്നു അവള്. നല്ല ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അവൾ എല്ലാ ഭാഗവും ഓരോ മുക്കും മൂലയൊക്കെ നല്ലപോലെ തുടച്ച് ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ കൊണ്ടുവരും. കുളി കഴിയുമ്പോഴേക്കും നനഞ്ഞിരിക്കുമല്ലോ, ബോഡി കുറച്ചൊന്ന് വെറ്റായിട്ടിരിക്കുന്ന സമയമല്ലേ, ആ സമയത്ത് ഇങ്ങനെ എല്ലാം തുടച്ച് കഴുത്ത് ഇടുക്കും മുണ്ടൊക്കെ ഇങ്ങനെ, കുട്ടികളുടെ ഇങ്ങനെ മടങ്ങിയിരിക്കുമല്ലോ കുറച്ച്, അവർ കുറച്ചുകൂടെ വലുതാകുമ്പോഴാണല്ലോ നീളം വെക്കുന്നത്. അങ്ങനെ ആ ഭാഗമൊക്കെ ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്ന ഇങ്ങനെ കാണും. അപ്പൊ അതാണ് പറയുന്നത്, നമ്മുടെ അങ്ങനെയുള്ള ഓപ്പൺ ആയിട്ടുള്ള സ്പേസസ് ആണ്. ഐസ്, കണ്ണുകൾ വാഷ് ചെയ്ത് ക്ലീൻ വാട്ടറുമായിട്ട്, അതുപോലെ തന്നെ മൂക്ക്, തൊണ്ട, ഇതെല്ലാം ക്ലീൻ ആയിരിക്കണം. ഒരു ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ തൊണ്ടയൊക്കെ ക്ലീൻ ആണെങ്കിൽ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഈവൻ ഫുഡിന്റെ പാർട്ടിക്കിൾസ് എല്ലാം തൊണ്ടയിലൊന്നും പോയിരിക്കില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ ഇവിടെ പല്ലിന്റെ ഇടയിലും അങ്ങനെയൊക്കെ ഇരിക്കുള്ളൂ. നമ്മൾ വിഴുങ്ങുമ്പോൾ തൊണ്ടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് പൊക്കോളും. ഈ ത്രോട്ട് ഇതെല്ലാമായിട്ടും കണക്റ്റഡ് ആണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മൂക്കിൽ മരുന്നൊഴിക്കുമ്പോൾ നമുക്ക് അതിന്റെ ടേസ്റ്റ് വായിൽ വരും. നമുക്കിവിടെ ആയിട്ട് ആ ഒരു ഇത് ഫീൽ ചെയ്യും. ഈ കണ്ണിന്റെ കാര്യം പറഞ്ഞപ്പോ ചില ആളുകൾ കണ്ടിട്ടില്ലേ, കണ്ണിന് ഭയങ്കര പ്രൊട്ടക്ഷൻ കൊടുക്കും. അവർ വെയിലത്ത് പോകുമ്പോഴൊക്കെ ഗ്ലാസ് ഒക്കെ വെച്ച് പോകും. സിസ്റ്റം നോക്കുമ്പോൾ ഗ്ലാസ് യൂസ് ചെയ്യും. അതിന് പറ്റുന്ന രീതിയിലുള്ള ഗ്ലാസ് ഒക്കെ യൂസ് ചെയ്യും. ഈ കണ്ണിന്റെ കാര്യത്തില് എനിക്ക് പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ദിവസം ബസ്സിൽ ഇങ്ങനെ വരികയായിരുന്നു. ബസ്സിൽ ഇങ്ങനെ വരുമ്പോൾ കണ്ണട വായിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ മാത്രമേ കണ്ണട യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ അന്നും ആ ഒരു ടൈമില് കണ്ണട ആയിട്ടില്ല എന്നും തോന്നുന്നു. പെട്ടെന്ന് ഇങ്ങനെ നമ്മള് വിൻഡോ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയല്ലേ, ബസ് ഇങ്ങനെ പാഞ്ഞു പോവല്ലേ, പെട്ടെന്ന് എന്റെ കണ്ണിലേക്ക് എന്തോ വന്നു വീണ പോലെ എനിക്ക് തോന്നി. അപ്പൊ പൊടിയായിരിക്കും വിചാരിച്ചു. അപ്പം നമുക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. തിരുമാൻ പറ്റില്ലല്ലോ. അപ്പം ഈ കണ്ണിലാണ് വീണത്. ഞാൻ കണ്ണടച്ചിട്ട് ഈ കണ്ണിന്റെ ഐബോളിന്റെ മുകളിൽ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇത് ചെയ്യുമ്പോ ഇതും അനങ്ങൂലോ. അപ്പൊ അങ്ങനെ അതിന് പോകുന്നെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് അസ്വസ്ഥത, കണ്ണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ നോർമലി ഓപ്പൺ ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്യാനും പറ്റുന്നില്ല, ക്ലോസ് ചെയ്യാനും പറ്റില്ല. അതിന്റെ ഇൻബിറ്റ്വീൻ ഒരു സ്റ്റേജ് ഉണ്ട്, അതിലിരിക്കുക. വീട്ടിൽ വന്ന് ഞാൻ അത് വെള്ളമിട്ട് കഴുകിയിട്ടൊന്നും പോകുന്നില്ല.
അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ എനിക്ക് കാണാം എന്റെ കണ്ണിന്റെ വെള്ള ഭാഗമില്ലേ അവിടെ എന്തോ ഒരു സാധനം ഇരിക്കുന്നത്. എത്ര കഴുകിയിട്ടും പോകുന്നില്ല. അപ്പൊ വൈകിട്ട് ഹസ്ബൻഡ് വന്ന് ഞാൻ നോക്കിച്ചപ്പോഴാണ് ഒരു ഉറുമ്പിരിക്കുക. ആ ഉറുമ്പ് പോകുന്നില്ല. ഹസ്ബൻഡ് അത് കടിച്ചിരിക്കുവാന്ന് തോന്നുന്നു. കടിച്ചിരിക്കാനും ഇത്രയും നേരമായിട്ടും അതങ്ങനെ അവിടെ പിടിവിടാതിരിക്കില്ലല്ലോ. അപ്പൊ അത് ചിലപ്പോ ചത്തു പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഇത് പോകുന്നില്ല. അന്നത്തെ ഒരു നൈറ്റ് എങ്ങനെയോ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ ചെന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ഇതിന്റെ ഈ കാലുപോലെ ഭാഗം ഉണ്ടല്ലോ, നമ്മളെ കടിക്കുന്ന ഒരു ഇറുക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിങ്ങനെ ലോക്ക് പോലെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുവാന്ന് വെള്ളയിൽ. നിങ്ങളെ വിചാരിച്ചാലും എടുക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ഡോക്ടർ എന്തോ മരുന്ന് ഒഴിച്ചിട്ട് ചെറിയൊരു ടീസർ വെച്ചിട്ട് ആ ഉറുമ്പിനെ എടുത്തു. അത് ഡോക്ടർ അത് വീണപ്പോ തന്നെ നമ്മളുടെ ഈ കണ്ണിലെ ആ ഫ്ലൂയിഡ് ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ചത്തുപോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു കുഞ്ഞു ഉറുമ്പ് അങ്ങനെ കടിച്ചു പിടിച്ചിരുന്നിട്ട് എന്ത് ബുദ്ധിമുട്ടായിരുന്നു. ഉറങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു ആ രാത്രി. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലോ എന്ത് പാടല്ലേ. അതുപോലെ ചെവിയിലേക്ക് കൊതുക് കയറുന്നത്. മിസ്സേ, എനിക്ക് ഇതുപോലെ ഉറുമ്പ് കണ്ണിലായിട്ടുണ്ട്. ഹസ്ബൻഡ് ബഡ്സ് കൊണ്ട് ഇങ്ങനെ കുറെ പ്രാവശ്യം ചെയ്ത് കണ്ണിങ്ങനെ ഒരു പിരിവിരിപ്പ് പോലെ, നമുക്ക് ഒരു അസ്വസ്ഥതയാണ് കണ്ണില്, അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ കഴുകിയിട്ടൊന്നും പോത്തില്ലായിരുന്നു. അങ്ങനെ കുറെ നേരം സമയം എടുത്ത് അത് എടുത്ത് കളഞ്ഞു. അത് പോയി കഴിയുമ്പോൾ നല്ല ആശ്വാസം. കാരണം അത്രയും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. ആ നമ്മുടെ അത്രയും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണല്ലോ കണ്ണ്, മൂക്ക് എന്നൊക്കെ പറയുന്നത്. തൊണ്ടയിലും എനിക്ക് പറ്റി. എനിക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുക. എനിക്ക് അന്ന് കോവിഡ് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പുറത്തേക്കൊക്കെ ഇറങ്ങി തുടങ്ങി. പക്ഷെ ഓൺലൈൻ ക്ലാസ്സുകൾ നിന്നിട്ടില്ല. ആ സമയത്ത് ഞാനൊരു ഓൺലൈൻ ആപ്പിൽ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അത് കൂടാതെ എൻ്റെ ഒരു ഫ്രണ്ട് ഷാർജയില, അതിന്റെ മോൾക്ക് മാത്സിന്റെ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു. അവന്റെ ആപ്പിലെ ട്യൂഷന്റെ ടൈം കഴിയുമ്പോൾ പിന്നെ ആ ഷാർജയിൽ അവരുടെ ടൈം അനുസരിച്ച് ഉച്ചയ്ക്ക്, നമ്മുടെ ഉച്ചയ്ക്ക് ഒരു 2:30-3 മണി ആവാറാവുമ്പോഴാണ് ഈ ഷാർജയിലുള്ള കുട്ടിക്ക് ട്യൂഷൻ. അപ്പൊ എന്റെ ആപ്പിലെ ട്യൂഷൻ ഇത്തിരി നീണ്ടുപോയി. എനിക്ക് അധികം സമയമില്ല, 10 മിനിറ്റ്സ് എന്തോ ഉള്ളൂ. ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ധൃതി പിടിച്ച് ലഞ്ച് കഴിക്കാം. അപ്പം ഫിഷ് ഉണ്ടായിരുന്നു. ഞങ്ങളിവിടെ കിളിമീൻ എന്ന് പറയുന്ന ഒരു മീനുണ്ടല്ലോ, ചുവന്ന കളറിൽ. ഇച്ചിരി വലിയ മീനായിരുന്നു അത്. അത് ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വേഗം സ്പീഡിൽ കഴിച്ചപ്പോ, നല്ല കട്ടിയുള്ള മുള്ളാണല്ലോ, ഇച്ചിരി വലുതും കൂടി ആകുമ്പോഴേക്കും എന്റെ മുള്ള് കട്ടിയാക്കി. സ്പീഡിൽ കഴിച്ചപ്പോ എനിക്ക് മനസ്സിലായി മുള്ളു കൊണ്ടുവന്ന്. നമ്മളെന്താ പെട്ടെന്ന് ചെയ്യാ, വേഗം ചോറെടുത്ത് വിഴുങ്ങി. പക്ഷെ പോകുന്നില്ല. അപ്പൊ ഞാൻ ഓർത്ത് ഈ മുള്ളു കൊള്ളുമ്പോ സാധാരണ മുള്ളു പോയാലും അത് ഇവിടെ ഒരു മുറിവുണ്ടാക്കിയിട്ടല്ലേ പോവുള്ളൂ. അത് കുറച്ച് കഴിയുമ്പോഴേ ആ മുറിവിന്റെ ഇത് മാറും. മുറിവായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ പഴമൊക്കെ എടുത്ത് വിഴുങ്ങി. എന്നിട്ടൊന്നും അസ്വസ്ഥത മാറുന്നില്ല. അപ്പൊ ഞാൻ മുറിവായിരിക്കുന്നു കരുതി കുട്ടി വെയിറ്റ് ചെയ്യാണല്ലോ ക്ലാസ് എടുക്കാനായിട്ട് ചെന്നു. ഞാൻ ചെന്ന് സിസ്റ്റർ ഓൺ ചെയ്ത് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. ഉള്ള ശരിക്കും എന്റെ വോക്കൽ കോഡിന്റെ ഭാഗത്ത് എവിടെയോ ആണ് കൊണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ശബ്ദം വരുന്നില്ല. ഞാൻ പിന്നെ കുട്ടിയോട് പിന്നെ ആംഗ്യം കാണിച്ചിട്ട് മോളോട് പോയി എങ്ങനെയോ പറഞ്ഞു ഒപ്പിച്ച കുട്ടിയോട് പറയൂ ഞാൻ ലീവ് ചെയ്യാന്ന് പറയാന്ന്. എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല, ഈ മുള്ളു കാരണം. ഇങ്ങനെ മലർന്നു കിടക്കുമ്പോഴാണ് ഒരു ആശ്വാസം. അങ്ങനെ പല പൊസിഷനിൽ നോക്കി മലർന്നു കിടന്നു. ഞാനും കുട്ടികളും മാത്രമേ വീട്ടിലുള്ളൂ. ഹസ്ബൻഡ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് എത്തുമ്പോഴേക്കും 9 മണിയൊക്കെ ആവും രാത്രി. അതുവരെ എനിക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ നമ്മളുടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ പോയി. അത് ഏകദേശം ഒരു ഈവനിങ് ആയി. കുറെ നേരമൊക്കെ ഞാൻ നോക്കിയത് പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴും ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഈ സ്പെഷ്യലിസ്റ്റുകളൊക്കെ പോവുമല്ലോ, ഉണ്ടാവില്ലല്ലോ. പ്രത്യേകിച്ച് ENT ഒക്കെ ഉച്ചവരെ കേസിലൊക്കെ കാണുന്നു. 2 ഹോസ്പിറ്റലിലും ENT ഇല്ല. അല്ല, ഒരു ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റിയുടെ ഡോക്ടർ പറഞ്ഞപ്പോ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് മുള്ള്. മോളും പറഞ്ഞു നോക്കിയിട്ട് അത് അവിടെ ഇരിക്കുന്നത് കാണാന്ന് പറഞ്ഞു, ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പം കാഷ്വാലിറ്റി ഡോക്ടർ പറഞ്ഞു ഇവിടെ ENT ഇല്ലാത്ത കാരണം ഞാനത് എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പം അവിടുത്തെ ENT പുറത്ത് എവിടെ ഒരു ക്ലിനിക്ക് ഇട്ടിട്ടുണ്ട്. പുറത്ത് മീൻസ് ഒരു 4 കിലോമീറ്റേഴ്സ് അപ്പുറത്താ. അപ്പൊ അവിടെ ഒന്ന് വിളിച്ചു നോക്കുന്നു. അവൻ നമ്പർ തന്നു. ഞാൻ വിളിച്ചപ്പോ അവരെന്നോട് പറയുക നാളെ വരാൻ. ഞാൻ പറഞ്ഞു നാളെ വരെ ഒന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മളുടെ ഇവിടെ ഒരു ചാലാക്യ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞുണ്ട്, മാഞ്ഞാലി കഴിഞ്ഞിട്ട്. ഞാനൊരു പരിചയമുള്ള ഒരു ഓട്ടോക്കാരനെ കൂട്ടി ഞാൻ അവിടെ പോയി. അവിടെ ഈ റെസിഡന്റ് ട്യൂട്ടേഴ്സ് ഉണ്ട്, ENT സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ചെറിയ കുട്ടികളാട്ടോ, കോളേജുള്ളതാണല്ലോ. അതിലൊരു ഡോക്ടർ വന്നു, ഒരു ചെറിയ ഡോക്ടർ. അപ്പൊ അതിനു മുമ്പ് അവിടെ നിന്ന് അറ്റൻഡർ നേഴ്സൊക്കെ പറയാ അവിടെ കീറണം ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുവാട്ടോ എന്നെ. അവിടെ കീറി അത് എടുക്കാൻ പറ്റുള്ളൂ, അത് അങ്ങ് ഉള്ളിലാണ്, അല്ലാതെ ഇനി എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനിങ്ങനെ ടെൻഷൻ പിടിച്ചപ്പോ ഈ ഡോക്ടർ വന്നു. ഡോക്ടർ ടോർച്ചൊക്കെ അടിച്ച് നോക്കി. എന്നിട്ട് വായി നല്ലപോലെ ഓപ്പൺ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ട് ഒരു ടീസർ കടത്തിയിട്ട് ഈ മുള്ളെടുത്തു. കോമ പോലെ ഇരിക്കുന്ന വലിയൊരു മുള്ളായിരുന്നു.
അത് പോയിട്ടില്ലായിരുന്നു, അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. എനിക്ക് എന്തൊരു ആശ്വാസമായിരുന്നു. ഞാൻ അവരെ തൊഴുതു. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറ്റിയ പ്രശ്നങ്ങൾ. കണ്ണിനും പറ്റി, ത്രോട്ടിനും പറ്റി. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് അതാണല്ലോ, നമ്മൾ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ കുറേ ശ്രദ്ധിക്കും കുട്ടികളുടെ ഇതില്. എപ്പോഴും പ്രായമായവര് വീട്ടിലുണ്ടെങ്കിൽ പറയും നല്ലപോലെ സ്മാഷ് ചെയ്തിട്ട് കൊടുക്കാൻ പറയും, ഉടച്ച് കൊടുക്കാൻ പറയും. പിന്നെ പതുക്കെ പതുക്കെ അവര് നോർമൽ ഫുഡ് ഹാബിറ്റ്സിലേക്ക് നമ്മൾ കൊണ്ടുവരും. എന്നാലും ഫിഷൊക്കെ കൊടുക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും. അവർക്ക് അതിനനുസരിച്ചുള്ള കുറച്ച് ഫ്ലഷുള്ള മീനിന്റെ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുള്ളൂ. പിന്നെ അവര് തന്നെ അത് ശീലമാവും. കുട്ടികൾ തന്നെ ആ മുള്ളൊക്കെ നീക്കി നല്ലപോലെ കഴിക്കാനായിട്ട് അവരെ നമ്മൾ ശീലിപ്പിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ നമ്മളുടെ ബോഡിയിലെ മെയിൻ പാർട്സ്, ഓപ്പൺ ആയിരിക്കുന്ന ചില മെയിൻ പാർട്സിനെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്ലോത്തിങ്, നമ്മുടെ ഡ്രസ്സ്. നമുക്ക് ഏതൊരു ക്ലൈമറ്റിലും നമുക്ക് കോട്ടൺ ക്ലോത്ത്സ് തന്നെയാണ് ആപ്റ്റ് അല്ലേ ഇടാനായിട്ട്. പിന്നെ ഷിഫോൺ ജോർജറ്റ് ഒക്കെ നല്ല ടൈപ്പ് ആണെങ്കിൽ വളരെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും, ചൂട് അധികം എടുക്കില്ല. പക്ഷെ ചില സിന്തറ്റിക്, പോളിസ്റ്റർ മിക്സ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിലൊക്കെ നമുക്ക് വല്ലാതെ ചൂടെടുക്കും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മൾ കുഞ്ഞ് ബേബി ആയിരിക്കുമ്പം എല്ലാം തന്നെ നമ്മൾ കോട്ടണിലുള്ള ക്ലോത്ത്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത്തിരി തണുപ്പൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് വൂളൻ അതുപോലെ എല്ലാം മൂടിയൊക്കെ വെക്കുന്നത്. കാരണം അവര് പുറത്തേക്ക് വന്നിട്ട് ഈ ഒരു എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നുണ്ടോ. ഈ സ്കൂളിൽ പോകുമ്പോൾ, സ്കൂളിലൊക്കെ സാധാരണ യൂണിഫോംസ് പ്രൊവൈഡ് ചെയ്യും. അപ്പോ യൂണിഫോമില് എപ്പോഴും മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞാനൊക്കെ പറയുന്ന ഒരു കാര്യം, നമ്മുടെ ക്ലൈമറ്റുമായിട്ട് യോജിച്ചു പോകുന്ന രീതിയിലുള്ള യൂണിഫോംസ്. പലപ്പോഴും കോട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ഭയങ്കര കുട്ടികൾ വല്ലാതെ സഫോക്കേറ്റ് ആവും ഈ ചൂട് കാരണം. നമ്മുടെ ഒരു ക്ലൈമറ്റിന്റെ കോട്ട് പോലുള്ള യൂണിഫോംസ് ഭയങ്കര പാടാണ്. അപ്പൊ കോട്ടിന്റെ പിന്നെ രീതികളൊക്കെ മാറി, കട്ടിയൊക്കെ കുറഞ്ഞു, കുറച്ചുകൂടെ നല്ല കോട്ടൺ എന്നുള്ള രീതിയിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കാം. ക്ലോത്തിങ് ആരാ റെഡി? Yes, please. Clothing. Clothing. One. കുഴപ്പമില്ല. അല്ല, വായിച്ചു, ഞാൻ നേരത്തെ വായിച്ചതാ. Okay. Clothing. One puts on different types of clothes according to various seasons. They should be clean and neat. The undergarments which are close to the body should also be kept clean and tidy. പല ടൈപ്പ് ഡ്രസ്സ് യൂസ് ചെയ്യാറുണ്ട് ഓരോ സീസൺ അനുസരിച്ചും. നമ്മളുടെ ഇവിടെ ശരിക്കും മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഷിഫോൺ ജോർജറ്റ്, കാരണം നനഞ്ഞാലും പെട്ടെന്ന് വെള്ളം പോകുന്ന രീതിയിൽ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പോളിസ്റ്ററിലേക്ക് പോകാതിരിക്കുക നല്ലത്, കാരണം ഒട്ടും ബ്രീത്തബിൾ അല്ല പോളിസ്റ്റർ പോലത്തെ ഡ്രസ്സ്, സിന്തറ്റിക് ഡ്രസ്സുകൾ. പക്ഷെ ഷിഫോൺ ജോർജറ്റ് ഒക്കെ കുറച്ചുകൂടെ ബ്രീത്തബിൾ ഫാബ്രിക്കിൽ വരുന്നുണ്ട്, വിസ്കോസ് റയോൺ അതൊക്കെ. പിന്നെ കോട്ടൺ, ചില കോട്ടൺ മിക്സും ഒട്ടും ബ്രീത്തബിൾ അല്ല. നമുക്ക് ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കൈ ആ ക്ലോത്തിന്റെ അടിയിൽ വെക്കുമ്പോൾ തന്നെ ബ്രീത്തബിൾ ആണോ എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവരുടെ ഡ്രസ്സ് വളരെ നീറ്റും ക്ലീനും ആയിരിക്കണം. പിന്നെ ഭയങ്കര ലൂസും ആയിരിക്കരുത്, വളരെ ടൈറ്റും ആയിരിക്കരുത് അല്ലെ. അവർക്ക് പാകത്തിനുള്ള ഡ്രസ്സ്. അണ്ടർ ഗാർമെന്റ്സ്, ബോഡിയോട് ക്ലോസ് ആയിട്ടിരിക്കുന്ന അണ്ടർ ഗാർമെന്റ്സ് എപ്പോഴും ക്ലീൻ ആൻഡ് ടൈഡി ആയിരിക്കണം. സോക്സ് എക്സാമ്പിൾ, വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറ്റി വാഷ് ചെയ്ത് നല്ലപോലെ ഡ്രൈ ചെയ്തിട്ട് വേണം നെക്സ്റ്റ് യൂസ് ചെയ്യാൻ. ഒരു ദിവസം ഇട്ട് തന്നെ പിറ്റേ ദിവസം ഇട്ടത്, കാരണം വെച്ചാൽ അത്രയും നമ്മുടെ ബോഡിയുമായിട്ട് അടുത്തിരിക്കുന്നതാണ്. ഈ ക്ലോത്തിങ്ങിന്റെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാൻ ക്ലാസ്സിൽ ഷെയർ ചെയ്തിരുന്നു. നമ്മുടെ ഒരു ട്രെയിനി ടീച്ചിങ് പ്രാക്ടീസിന് ഒരു സ്കൂളിൽ പോയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂത്ത കുട്ടിയുടെ ഡ്രസ്സ് ഇളയാൾക്ക്. അതന്നെ. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളെ ഡ്രസ്സ് ഇട്ട് വരുമ്പോൾ അവർക്ക് നല്ല നീറ്റ് ക്ലീൻ ഡ്രസ്, അവരുടെ പാകം, നല്ല ലൂസും ആവരുത്, നല്ല ടൈറ്റും ആകാത്ത രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഡ്രസ്സ് വേണം അവർക്ക് കൊടുക്കാൻ. നെക്സ്റ്റ് ഹാൻഡ്കർച്ചീഫിന്റെ യൂസ് ചെയ്യുന്നത്, അതിന്റെ ഒരു ഹാബിറ്റ് ആയിട്ട് കുട്ടികളിൽ വളർത്തണം. അതാരാ റീഡ് ചെയ്തു? മാം വായിക്കട്ടെ. Yes, please. Habit of using handkerchief. We have to develop the habit of using handkerchief in children. They can use it while they are sneezing, coughing, yawing, etc. Health education help a person to keep his body healthy and keep himself free from illness.
The healthy of each individual is very required to build a healthy community. Thank you. സോ ഹാൻഡ്കർച്ചീഫ് യൂസ് ചെയ്യുന്നു. ഹാൻഡ്കർച്ചീഫ് നമുക്കറിയാം കുട്ടികൾക്ക് പെട്ടെന്ന് കോൾഡ് വരും. ഒരു 6 years ഒക്കെ കഴിയുമ്പോഴാണ് അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ഒന്ന് സ്റ്റേബിൾ ആകുന്നത്. അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് കോൾഡ് വന്നാൽ മതി, ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികൾക്കും കോൾഡ് ആയിരിക്കും. അപ്പൊ ഹാൻഡ്കർച്ചീഫ് യൂസ് ചെയ്യണം. അവർക്കത് തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും. യാണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് YAWNING ആണ് കേട്ടോ. കോട്ട് വായിടുന്ന സമയത്ത് അങ്ങനെ എപ്പോഴും ഹാൻഡ്കർച്ചീഫ് യൂസ് ചെയ്യണം. ഹെൽത്ത് എഡ്യൂക്കേഷൻ, നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹെൽത്തിനെ കുറിച്ചും ഹൈജീനിനെ കുറിച്ചുള്ള അവയർനെസ് നമുക്ക് കിട്ടുന്നതാണല്ലോ. ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നു, ബോഡി നല്ല ഹെൽത്തി ആയിട്ട് വെക്കാനും ഇൽനെസ്സിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനും നല്ല ഹാബിറ്റ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഓരോ ഇൻഡിവിജ്വലിന്റെയും ഹെൽത്ത് അങ്ങനെ നോക്കുമ്പോൾ ഒരു ഫാമിലി ഹെൽത്തി ആയിരിക്കും. അങ്ങനെ കുറെ ഫാമിലികൾ ഹെൽത്തി ആകുമ്പോൾ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഹെൽത്തി ആകുന്നു അല്ലെ. നിങ്ങൾക്ക് ഫുഡ് ഹാബിറ്റ്സ്, ഫുഡ് ന്യൂട്രീഷൻ അതൊക്കെ എടുത്തു കഴിഞ്ഞാണല്ലോ. 3rd യൂണിറ്റ് കഴിഞ്ഞതല്ലേ? കഴിഞ്ഞു. നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ച്. നമുക്കറിയാം ഫുഡ് ഐറ്റംസ് വെജിറ്റേറിയൻ ഫുഡും ഉണ്ട്, നോൺ വെജിറ്റേറിയൻ ഫുഡും ഉണ്ട്. ഡിപ്പെൻസ്, അത് കഴിക്കുന്നവര് അതിനനുസരിച്ച് അത് ഫോളോ ചെയ്യാം. വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ സെൽസ്, ശരിക്കും എല്ലാ വെജിറ്റബിൾസിനും ഹ്യൂമൻ സെൽസിന്റെ റീപ്രൊഡക്ഷൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് പറയും വെജിറ്റേറിയൻ ഫുഡ്. അത് നമ്മൾ ചിലത് കുക്ക് ചെയ്ത് കഴിക്കും, ചിലത് റോ ആയിട്ടും കഴിക്കും. നോൺ വെജിറ്റേറിയൻ ഫുഡ് ഈസ് നോട്ട് മച്ച് എസെൻഷ്യൽ ഫോർ മാൻ എന്നാണ് പറയുന്നത്. അതിൽ മോർ പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ആണ് നോൺ വെജിറ്റേറിയൻ ഫുഡ് കണ്ടെയ്ൻ ചെയ്യുന്നത്. അതർ ന്യൂട്രിയൻസ് ആർ കമ്പാരറ്റീവ്ലി ലോ ഇൻ നോൺ വെജിറ്റേറിയൻ ഫുഡ്. പ്രോട്ടീനും ഫാറ്റും നല്ല രീതിയിൽ തന്നെ നോൺ വെജിൽ നിന്ന് കിട്ടും. പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികളെ നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. കുട്ടികളെ മാത്രമല്ല, പ്രായമായവരെയും നമ്മളുടെ വിശപ്പിനനുസരിച്ചുള്ള ഫുഡ് കൺസ്യൂം ചെയ്യുക. ഓരോ ഇൻഡിവിജ്വലിന്റെയും ഡൈജഷൻ കപ്പാസിറ്റി ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. ആ ഒരു ഡൈജഷൻ നമ്മൾ അത് ദഹിക്കാനുള്ള സമയം, ആ ഒരു മെറ്റബോളിസം എന്നുള്ള ഫങ്ഷൻ നമ്മളുടെ ബോഡിയിൽ നടക്കണമെങ്കിൽ നമ്മൾ കറക്റ്റ് പ്രോപ്പർ വേയില്, കറക്റ്റ് അളവില്, കറക്റ്റ് ടൈമില് നമ്മൾ ഫുഡ് എടുക്കണം. പിന്നെ ദിവസവും ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾ, ചിലപ്പോൾ വെയിലത്ത് നിന്നൊക്കെ പണിയെടുക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നല്ല രീതിയിൽ തന്നെ 3 നേരമെങ്കിലും ഭക്ഷണം നല്ല രീതിയിൽ കഴിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാത്തവര് അതിനനുസരിച്ചുള്ള ഭക്ഷണം, കാരണം മറ്റവരുടെ എനർജി അങ്ങോട്ട് റിലീസ് ആവുകയാണല്ലോ. അപ്പൊ അവര് എനർജി കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം. പിന്നെ നമ്മൾ പറയാറില്ലേ, ഭക്ഷണം കഴിക്കുമ്പോൾ നല്ലപോലെ ചെയ്ത് ചവച്ചരച്ച് കഴിക്കണം. ഈ ഭയങ്കര സ്പീഡിലും സ്ലോ ആയി കഴിക്കുന്നതും നല്ലതല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. നമ്മളൊരു മെയിൻ മീൽസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു മെയിൻ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം അടുത്ത ഫുഡ് കഴിക്കാൻ എന്നാണ് പറയുന്നത്. നൈറ്റില് ഹെവി ഫുഡ് കൺസ്യൂം ചെയ്യാതിരിക്കുക. പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു ദിവസം, ആഴ്ചയിൽ ഒരു ദിവസം എസ്പെഷ്യലി ഇൻ നൈറ്റ് ഒരു ഫാസ്റ്റിംഗ് എടുക്കുവാണെങ്കിൽ നന്നായിരിക്കും. പക്ഷെ നമ്മുടെ വീടുകളിലൊക്കെ പറയൂലേ പണ്ടത്തെ ആൾക്കാര് താഴെ പട്ടിണി കിടക്കരുതെന്ന്. പക്ഷെ ഫാസ്റ്റിംഗ് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു തവണയെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റിയാൽ ദാറ്റ് ഇസ് ഗുഡ്. പിന്നെ നമ്മൾ ഭയങ്കര ടെൻഷൻ പിടിച്ചിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് പറയും. കാരണം നമ്മുടെ ബോഡിയിൽ പല കെമിക്കൽ ആക്ഷൻസ് നടക്കും. ഈ ടെൻഷൻ പിടിച്ചിരിക്കുമ്പോൾ ഈ കെമിക്കൽ ആക്ഷൻസ് അവിടെ നടന്നുകൊണ്ടിരിക്കുക. വരുന്ന ഫുഡിന് പ്രോപ്പർ ആയിട്ടുള്ള മെറ്റബോളിസം നടക്കണം എന്നില്ല. അതായത് എനിക്കൊരു ബാഡ് ഹാബിറ്റ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അത് മാറ്റിയിട്ടോ. ഇപ്പം ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഹാബിറ്റ്സ് വൺസ് ഫോംഡ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ചേഞ്ച്. നമ്മള് എന്താ പറയുക, അങ്ങനെ ഒരു ശീലം നമുക്ക് ആയിക്കഴിഞ്ഞാൽ മാറ്റാൻ ഭയങ്കര പാടാണ്. എനിക്ക് ടെൻഷൻ വരുമ്പോൾ ഞാനിങ്ങനെ എന്തെങ്കിലും എടുത്തിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഡീവിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സ്ട്രെസ്സിനെ. പക്ഷെ ഡീവിയേറ്റ് ചെയ്യുന്ന മെത്തേഡ് റോങ് ആയിരുന്നു ഞാൻ ഫോളോ ചെയ്യുന്നത്.
ഇപ്പൊ കുറെ നാളുകളായിട്ട് ഞാനത് ചെയ്യാറില്ല. അപ്പൊ എന്താ പറ്റുക, നമ്മൾ വല്ലാതെ തടിക്കും. തടിയില്ല എന്നല്ല കേട്ടോ പറഞ്ഞത്, പക്ഷെ അങ്ങനെ കഴിക്കുന്നത് ഈ വറുത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും. കൈ കിട്ടുന്നത് എന്താണോ അതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അത് നല്ല റെമഡി അല്ലാന്ന് മനസ്സിലായി. പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം ബ്ലെയിം ചെയ്യരുത്. ഓക്കെ, അതിനോടൊക്കെ ഞാൻ വളരെയധികം യോജിക്കുന്നു. യൂസ് വാട്ടർ ബിഫോർ ഓർ ആഫ്റ്റർ ഫുഡ്. എപ്പോഴും എല്ലാവരും പറയുന്നുണ്ട്, അതിന് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്, ഇൻ ബിറ്റ്വീൻ വെള്ളം എടുക്കരുതെന്ന്. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത വന്നാൽ, ഒരു എരിവ് കയറി കഴിയുമ്പോൾ നമുക്ക് വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ലല്ലേ. അങ്ങനെ ഒരു നെസസറി ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പക്ഷെ ഭക്ഷണത്തിന് മുമ്പോ ശേഷമോ വെള്ളം കുടിക്കും. ഞാൻ കൂടുതലും ഭക്ഷണത്തിന് ശേഷമാണ് വെള്ളം കുടിക്കാറ്. ഇതുപോലെ എന്തെങ്കിലും ഒരു എരിവ് പോലെ വരുവാണെങ്കിൽ മാത്രമാണ് ഇൻ ബിറ്റ്വീൻ വെള്ളം കുടിക്കുക. പിന്നെ ചില ആളുകൾ പറയാറുണ്ട് ഇരുന്ന് വെള്ളം കുടിക്കണം, നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്. ബട്ട് അതത്ര ഈ മാരത്തോണിനൊക്കെ പോകുന്നവര് അവര് ഓടുന്നതിനിടയിൽ കൂടെയാണല്ലോ വെള്ളം കുടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇരുന്ന് വെള്ളം കുടിക്കുന്നതിന് എനിക്കത് അറിയില്ല. പിന്നെ 7 മണിക്കെങ്കിലും ഡിന്നർ അല്ലെങ്കിൽ നമ്മുടെ സപ്പർ, നമ്മുടെ അത്താഴം കഴിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും പറയും. അത് ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങള് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ നിന്നും മാറ്റിയത്, വറീഡ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. അതും ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇങ്ങനെ പറക്കി കഴിക്കാറില്ല. പിന്നെ പലപ്പോഴും ഫുഡിന്റെ ടൈം എന്റെ തെറ്റാറുണ്ട്. ചിലപ്പോൾ ക്ലാസ്സിലേക്ക് ഓടിക്കയറും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. അപ്പൊ 11:30 ഇറങ്ങുമ്പോഴായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. അപ്പൊ ലഞ്ചിന്റെ ടൈം വൈകും, 2:30 ആവും. അങ്ങനെ ടൈമിങ് എന്റെ പലപ്പോഴും തെറ്റാറുണ്ട്. അത് കറക്റ്റ് ചെയ്യല് നടക്കാറില്ല. പിന്നെ ചവച്ചരച്ച് അതൊക്കെ ശരി തന്നെ. പിന്നെ ഇതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഇൻ ബിറ്റ്വീൻ അങ്ങനെ വെറുതെ കഴിക്കുന്നതൊന്നും ഇപ്പോ ശീലമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലൊക്കെ വരുമ്പോ നമ്മൾ അവരുടെ കൂടെ സംസാരിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടേയിരിക്കുമല്ലോ. അപ്പൊ ആ ശീലങ്ങളൊക്കെ ഇപ്പൊ കുറെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വൺസ് ഒരു ഏജ് ഒക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ മാറ്റിയാൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ എക്സസൈസ്. നമുക്കറിയാം ജീവനുള്ള എന്ത് സാധനങ്ങളും അനങ്ങിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ നോ ലൈഫ് വിത്തൗട്ട് മൂവ്മെന്റ്. നമ്മൾ അനങ്ങാതെ ഒരു പണിയും ചെയ്യാതെ വീട്ടിൽ ഇങ്ങനെ ഒരു ഭാഗത്തിരുന്ന് ഭക്ഷണം മാത്രം കഴിക്കുന്നു, ഭയങ്കര അസ്വസ്ഥതയായിരിക്കും. അന്നത്തെ ദിവസം ഡൈജഷൻ പ്രോപ്പർ ആവില്ല. സോ എക്സസൈസ്. നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യം ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞു. നമ്മൾ നമ്മുടെ ബോഡിയെ നമ്മുടെ ഏജിനനുസരിച്ച് നമ്മുടെ ഹെൽത്തിനനുസരിച്ച് അപ്രോപ്രിയേറ്റ് എക്സസൈസ്, ബോഡി മൂവ്മെന്റ്സ് വേണം. ഒരു ലൈഫിന്റെ ബേസ് എന്ന് പറയുന്നത് തന്നെ മൂവ്മെന്റ് ആണ്, എക്സസൈസ് കൂടിയാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മൾ എക്സസൈസ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഔട്ടർ ആൻഡ് ഇന്നർ ബോഡി പാർട്സ് അത് മൂവ്മെന്റ് കിട്ടുന്നു. അങ്ങനെ അത് സ്ട്രോങ്ങർ ആവുന്നു, മസിൽസ് കൂടുതൽ സ്ട്രോങ്ങർ ആവുന്നു. ചില ജിംനേഷ്യത്തിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ ട്രെയിനേഴ്സ് പറയുന്നത് നമ്മളുടെ ബോഡീനെ എപ്പോഴും നല്ല യങ് ആക്കി നിർത്താൻ പറ്റുന്നത് ബോഡിയും പിന്നെ മാത്രമല്ല മൈൻഡിനെയും ഈ മസിൽസിന് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുമ്പോഴാണ്. നമുക്ക് അപ്പോഴാണ് നമ്മളുടെ ഡെയിലി ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഡൈജഷൻ, ബ്ലഡ് സർക്കുലേഷൻ, ഇതെല്ലാം പിന്നെ എക്സ്ക്രീഷൻ, നമ്മുടെ ബോഡിയിൽ നിന്ന് വേസ്റ്റ് പുറത്തേക്ക് പോകണമല്ലോ. ഇതെല്ലാം പ്രോപ്പറായി നടക്കണമെങ്കിൽ നമ്മുടെ ബോഡി മൂവ്മെന്റ് ശരിയായിരിക്കണം. അത് ബെഡ് റിഡൻ ആയിട്ടുള്ള ആളുകളുടെ കാര്യത്തിൽ അല്ലേ, അവർക്ക് ചിലപ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോൾ ഡൈജസ്റ്റ് ആവില്ല, അവർക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും മോഷൻ പോകണമെന്നില്ല. അങ്ങനെ അവരുടെ ബോഡിയുടെ പല ഫങ്ഷൻസും ഒരു അൺബാലൻസ് സ്റ്റേജിലേക്ക് പോവാറുണ്ടല്ലേ. ശരിയായ എക്സസൈസ് ആണ് നമ്മളുടെ ഇത് പല അസുഖങ്ങളെയും നിന്ന് പ്രിവെന്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. യോഗ ഒരു ഗുഡ് എക്സസൈസ് ആണ്. ചില സ്കൂളുകളിൽ യോഗ അതിന്റെ പാർട്ടായിട്ട് മാറ്റിയിട്ടുണ്ട്. കുട്ടികളെ എല്ലാരെയും യോഗ ചെയ്യിക്കുന്നത് പണ്ട് കാലം തുടങ്ങി ഫോളോ ചെയ്തിരുന്ന ഒരു കാര്യമാണ് അല്ലെ യോഗ. മെന്റൽ ഹെൽത്ത് ഒക്കെ വരുന്നുണ്ട്. പാരന്റിങ് ആ ഒരു ടോപ്പിക് ഏതൊരു കാലത്തും വൺസ് പാരന്റ് ആവാൻ പോകുന്നവർക്കും പാരന്റ് ആയവർക്കും ഒരു ടീച്ചർക്കും ഹെൽപ്പ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് പാരന്റിങ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് പാരന്റിങ്ങിന്റെ ഒരു സെമിനാർ, അത് നിങ്ങളുടെ അസൈൻമെന്റ് റിലേറ്റഡ് ഒന്നും അല്ല കേട്ടോ, പാരന്റിങ്ങിന്റെ ഒരു സെമിനാർ എടുക്കാൻ റെഡി ആണെങ്കിൽ പ്ലീസ് അടുത്ത ഏതെങ്കിലും ക്ലാസ്സുകളിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് പാരന്റിങ്ങിന്റെ ഒരു സെമിനാർ എടുക്കാം. പാരന്റിങ് വല്ലാത്തൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലേ, ഒരു കമ്മിറ്റ്മെന്റും. പാരന്റിങ് എന്ന് പറയുന്നത്
ഒരു നമ്മൾ തന്നെ ചിലപ്പോൾ അതിശയിച്ചു, ഈശ്വര എനിക്ക് ഇങ്ങനെ കുട്ടികളെ നോക്കാൻ പറ്റുമായിരുന്നു. നമ്മൾ ചിലപ്പോൾ സെൽഫ് അനാലിസിസ് ചെയ്യും, ഞാൻ നല്ലൊരു പാരന്റാണോ, നല്ലൊരു അമ്മയാണോ എന്നൊരു, അല്ലെങ്കിൽ നല്ലൊരു അച്ഛനാണോ എന്നൊക്കെ സെൽഫ് അനാലിസിസ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ടാവും പല പല സിറ്റുവേഷൻസിൽ. കുട്ടികളിൽ ഈ സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നതിൽ പാരന്റിങ്ങിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ടീച്ചറും ഇത് നല്ലപോലെ അറിഞ്ഞിരിക്കണം. കാരണം കുട്ടി വരുമ്പോൾ കുട്ടിയുടെ സെക്കൻഡ് ഹൗസ് ആണ് സ്കൂൾ എന്ന് പറയുന്നത്. അവിടെ ടീച്ചറുമായിട്ടാണ് കുട്ടി കൂടുതൽ, കുട്ടിയുടെ അവിടുത്തെ കെയർ ഗീവർ അല്ലെങ്കിൽ ഒരു പാരന്റ് പോലെ തന്നെ അവിടെ ഉള്ളത് ടീച്ചറാണ്. കുറെ കാര്യങ്ങൾ പാരന്റിങ്ങിനെ കുറിച്ച് കുറെ കമാൻഡ്മെന്റ്സ് ഞാൻ എന്റെ ടെക്സ്റ്റ് നോക്കിയിട്ടോ പറയുന്നത് കുറെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയും പല ടൈപ്പ് പാരന്റിങ് ഉണ്ട്. എഫക്റ്റീവ് ഒരു പാരന്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ കോച്ച് ഒക്കെയാണല്ലോ ഒരു പാരന്റ്, അല്ലെങ്കിൽ ഒരു ടീച്ചറും ഒരു പാരന്റിനെ പോലെയും ഒരു കോച്ചിനെ പോലെയൊക്കെ കുട്ടികളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കണം കുട്ടികളുടെ. 3 F's ആണ് എഫക്റ്റീവ് പാരന്റിങ്ങിൽ പറയുന്നത്. ഫ്രണ്ട്ലി ആയിരിക്കണം, കുട്ടികളുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിരിക്കണം. ബട്ട് നമ്മൾ ഫേം ആയിരിക്കണം. ചില കാര്യങ്ങളിൽ നമ്മൾ അവരോട് വളരെ, നമ്മുടെ ഡിസിഷൻസ് വളരെ സ്ട്രോങ് ആയിരിക്കണം. ചില ഈവിൾ സൈഡ് എന്തെങ്കിലും വരുവാണെങ്കിൽ ആ സമയത്ത് നമ്മൾ ലിമിറ്റ്സ് സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ നല്ല ഫേം ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലെങ്കിൽ പിന്നെ ഫ്യൂച്ചറിൽ ചില കോൺസിക്വൻസസ് അത് കുട്ടി നമ്മളും അനുഭവിക്കേണ്ടി വരും. എപ്പോഴും നമ്മൾ അവരുടെ അടുത്ത് അയഞ്ഞു നിൽക്കുക എന്നുള്ളതല്ല, എന്ന് വെച്ച് ഭയങ്കര ഗൗരവത്തോടെ അവരെ നോക്കി ചിരിക്കാതെയോ സ്നേഹിക്കാതെയോ ഒന്നുമല്ല. ചില കാര്യങ്ങളിൽ നമ്മൾ സ്ട്രോങ് ആയി നിന്നുകൊണ്ട് അരുത് എന്ന് പറയേണ്ടടുത്ത് അരുത് എന്ന് പറയണം. കാരണം ഒരു എഫ് എന്ന് പറയുന്നത് ഫേം. പിന്നെ ഫെയർ, FAIR. നമ്മൾ അവരോട് ലൈക്ക് നല്ല രീതിയിൽ പെരുമാറുന്നു, പിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആ ഒരു ദിവസം അവർ ചെയ്ത നല്ലൊരു കാര്യങ്ങൾക്ക് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഫെയറിൽ വരും. ഫ്രണ്ട്ലി പറഞ്ഞാലും ഫേം, ഫെയർ, ഫ്രണ്ട്ലി, ഇതാണ് 3 F's എഫക്റ്റീവ് പാരന്റിങ്ങിൽ. നമ്മൾ അവരോട് അരുത് ചെയ്യരുത് എന്ന് പറയുന്നതിനേക്കാളും നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്നുള്ളത് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു വീഡിയോ കണ്ടതാണേ, ഒരു കുട്ടി ലെസൺ തീർന്നുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നത് കേട്ടോ. ടീനേജിലുള്ള ഒരു മോനാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം, ഞാൻ വാട്സാപ്പിൽ കണ്ടൊരു വീഡിയോ ആണ്. കാര്യം അത് ക്രിയേറ്റ് ചെയ്ത വീഡിയോ ആണെങ്കിൽ എനിക്ക് എന്റെ മെസ്സേജ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോൻ ഇങ്ങനെ ഇരുന്ന് മൊബൈലിൽ എന്തോ കളിക്കുക. അപ്പൊ അമ്മ വന്ന് പറയുന്നുണ്ട്, പഠിക്കട നിനക്ക് നാളെ പരീക്ഷയല്ലേ എന്ന് പറയും. അപ്പൊ അവനങ്ങ് ദേഷ്യം വരുക, കാരണം കളിച്ചോണ്ടിരുന്നതിൽ തടസ്സപ്പെടുത്തുമല്ലേ അമ്മ, ഞാൻ പഠിച്ചതാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ അമ്മ വരുമ്പോ അച്ഛൻ പുറത്തിരുന്ന് ക്രിക്കറ്റ് കളി കാണുമോ TV-യിൽ. അമ്മ അച്ഛനെ കൊണ്ട് പറയാ, വരാൻ പോകുന്ന ഡയലോഗ് നിങ്ങൾക്ക് ഊഹിക്കാലോ, നിങ്ങൾ ഇവിടെ കളി കണ്ടിരുന്നോ, അവന്റെ നാളെ പരീക്ഷയോ പഠിക്കുന്നില്ല എന്നിങ്ങനെ പറയും. അപ്പൊ അച്ഛൻ ചെന്ന് മോനോട് ഒന്ന് വരാൻ പറയും. എന്നിട്ട് അവനെ സോഫയിലടുത്ത് ഇങ്ങനെ പിടിച്ചിരുത്തും. കളി നടക്കുക. അവനോട് ചോദിക്കും, നീ ആ കളി കണ്ടോന്ന് ചോദിക്കും. ആ കണ്ടു, ഇന്ന് മാച്ചാണല്ലോ, ലൈവ് നടക്കുക കേട്ടോ കളി. അപ്പോ അതിനകത്ത് അറിയാം, വിരാട് കോഹ്ലി എത്ര വർഷമായിട്ട് ക്രിക്കറ്റിലുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറയുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഉള്ള കാര്യം തന്നെ ക്രിക്കറ്റ്. അപ്പൊ അച്ഛൻ പറയപ്പോ വർഷങ്ങളായി കോഹ്ലി കളിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പൊ ഓരോ മാച്ച്, ഇപ്പൊ ഇന്നും മാച്ചാണ്, മാച്ചിന് മുമ്പ് കോഹ്ലി പ്രാക്ടീസ് ചെയ്യുന്നത് നീ കണ്ടു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ആ കണ്ടു, പ്രാക്ടീസ് തലേ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ കളി തുടങ്ങുന്നതിന് മുമ്പ് ഗ്രൗണ്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു, ഇത്രയും വർഷങ്ങളായിട്ട് കളിച്ച് കളികളിൽ നല്ല വിജയം നേടിയ ഒരാള് എന്തിനാ ഇന്നത്തെ മാച്ചിന് വീണ്ടും അയാൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഇന്നലെയും അയാൾ പ്രാക്ടീസ് ചെയ്തു, കളിക്ക് തൊട്ട് മുമ്പ് പ്രാക്ടീസ് ചെയ്തു. അപ്പൊ അവൻ പറയും, നല്ല സ്കോർ കിട്ടാനും ജയിക്കാനും വേണ്ടിയിട്ടാന്ന് പറയും. അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അവരിങ്ങനെ ചിന്തിക്കും. അച്ഛൻ ചോദിച്ചു, നാളെ നിനക്ക് പരീക്ഷയില്ലേ? എന്നിട്ട് വേഗം ഫോൺ മാറ്റി വെച്ചിട്ട് അവൻ പഠിക്കാൻ പോകുന്നു. അപ്പൊ ഇത് ഇങ്ങനെ ആ അച്ഛൻ വളരെ നല്ല രീതിയിൽ മകൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. മകൻ നമുക്ക് പിടുത്തം കിട്ടാത്തൊരു ഏജിലുമാണ് മകൻ, ആ ഒരു കൗമാരക്കാരനാണ്. അപ്പൊ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു കൊടുക്കുക. ഇതുപോലെ തന്നെയാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് അരുത് എന്ന് പറയുമ്പോൾ അവർക്ക് അത് ചെയ്യാനുള്ള ടെൻഡൻസി തോന്നും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് നമ്മൾ അവരെ കാണിച്ചു കൊടുത്ത് ചെറിയ റോൾ പ്ലേ ആസ് എ ടീച്ചർ നമുക്ക്
ഒരു റോൾ പ്ലേയിലൂടെ അവർക്കത് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ദേഷ്യം വരും, സങ്കടം വരും അല്ലെ? അവർക്ക് ഇമോഷൻസ് വരാൻ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർക്ക് പല സമയത്തും ദേഷ്യവും സങ്കടവും ഒക്കെ വരും. സന്തോഷവും അവർ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ദേഷ്യമൊക്കെ വന്നിരിക്കുമ്പോൾ നമ്മള് പതുക്കെ അടുത്ത് നിന്നിട്ടേക്കും എന്ത് ദേഷ്യം വരുന്നുണ്ടോ, ആരോടാ, എന്താന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരെ ഒന്ന് സൂത്തം ചെയ്യും അല്ലെ? അല്ല, അവര് വാശി പിടിച്ചിരിക്കുമ്പോൾ അവരെ കൂടുതൽ വാശി കേട്ടുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ചില ആക്ഷൻസോ എക്സ്പ്രഷൻസോ സംസാരം ഉണ്ടാകുമ്പോൾ അവർ കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവുകയുള്ളൂ. നമ്മളും അങ്ങനെ തന്നെയല്ലേ? പലപ്പോഴും നമ്മൾ ആരെങ്കിലും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി അനുഭവപ്പെടും. കുട്ടികളെയും നമ്മളൊരു പേഴ്സണായിട്ട് കാണണം, അവരുടെ പേഴ്സണാലിറ്റിയെ റെസ്പെക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ടോൺ, നമ്മൾ അവരോട് സംസാരിക്കുമ്പോഴുള്ള ടോൺ, ഇത് കുഞ്ഞുങ്ങൾ പതുക്കെ വളരെ സ്നേഹത്തോടു കൂടി അമ്മയെന്ന് വിളിച്ച് വരും. നമ്മൾ അടുക്കളയിൽ ഭയങ്കര തിരക്കിട്ട് പണിയായിരിക്കും. നമ്മൾ എന്താന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വല്ലാത്ത ടോണിലായിരിക്കും കുഞ്ഞിനോട് ചോദിച്ചു പോകുന്നത്. അറിയാതെ പറ്റുന്നതാണ്, സ്പോണ്ടേനിയസ് ആയിട്ട് വന്നു പോകുന്നതാണ്. അപ്പൊ നമ്മളുടെ ആ ടോൺ അത് വളരെ സോഫ്റ്റ്, ഒരു കോൺഫിഡന്റ് ടോൺ ആയിരിക്കണം. കുട്ടി എന്തെങ്കിലും വന്ന് പറയുമ്പോൾ കേൾക്കാൻ പറ്റണം. ബി എ ഗുഡ് ലിസണർ. എപ്പോഴും ഗുഡ് ഐ കോണ്ടാക്ട് അത് കീപ്പ് ചെയ്യണം. അതിപ്പോ കുഞ്ഞു കുട്ടിയാണെങ്കിൽ നമ്മൾ താഴണം കുട്ടിയുടെ ലെവലിലേക്ക്. അവനോട് സംസാരിക്കുമ്പോൾ കുനിഞ്ഞിരുന്ന് നമ്മൾ മുട്ടുകുത്തി അല്ലെങ്കിൽ അവനൊരു കസേരയിൽ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ താഴെ ഇരുന്നിട്ടൊക്കെ ആ ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാറില്ലേ? അപ്പൊ അങ്ങനെ ഒരു ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന രീതിയിൽ കുട്ടികളോട് സംസാരിക്കണം. അവരെ ഇന്ററപ്റ്റ് ചെയ്യരുത്. എപ്പോഴും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. അതായത് അവർക്ക് യെസ് അല്ലെങ്കിൽ നോ വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കണം. പിന്നെ നമ്മൾ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് മനസ്സിലാക്കി എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം പല കാര്യങ്ങളും അവർക്ക് അറിയില്ല. ഇപ്പോ നമ്മൾ എന്തെങ്കിലും പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരോട് പോയി ഒരു സ്പൂൺ എടുത്തിട്ട് വരാൻ പറയും. കുട്ടിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. കുറേ സ്പൂൺ വീട്ടിലിരിക്കുന്നുണ്ടാവും, അതിൽ ഏത് വേണം, ചെറുത് വേണോ വലുത് വേണോ? അപ്പൊ നമ്മള് ചെറുതാണെങ്കിൽ ചെറുത്, എന്തെങ്കിലും അടയാളമുള്ള സ്പൂൺ ആണെങ്കിൽ നമ്മൾ അത് പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് പറയണം. ഇങ്ങനെ ഒരു മാർക്ക് അതിലുണ്ട്, അത് പോയി എടുത്തുകൊണ്ട് വരാൻ പറയണം. കാരണം നമ്മൾക്ക് അറിയാമെന്ന് കരുതിയിട്ട് കുട്ടിക്ക് അതുപോലെ തന്നെ അറിയണം എന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യവും അവരോട് ഡയറക്ഷൻ കൊടുക്കുമ്പോഴും അവർക്ക് മനസ്സിലാവണം, റിപ്പീറ്റ് ചെയ്യണം, അവർക്കത് മനസ്സിലായി എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ചില കുട്ടികൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ആരെങ്കിലുമൊക്കെ സംസാരിച്ചു വന്നിരിക്കുന്നതിന് ഇടയ്ക്ക് കയറി സംസാരിക്കും. അത് നമ്മൾ ആദ്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലാതെ ആ ടൈമിൽ അവരെ സ്കോൾഡ് ചെയ്യല്ല വേണ്ടത്. പിന്നെ പലപ്പോഴും ജസ്റ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട് കുട്ടികളുടെ അടുത്ത്. അത് അമ്മമാർക്ക് കൂടുതൽ പറ്റാറുണ്ട്, അച്ഛനും പറ്റില്ല എന്നുള്ളതല്ല. അങ്ങനെ ചില സമയത്ത് നമുക്ക് ജസ്റ്റേഴ്സ് യൂസ് ചെയ്യാം. ചിലപ്പോൾ ചില ക്രൗഡിൽ നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റാത്തൊരു സമയമാണെങ്കിൽ നമ്മുടെ ജസ്റ്റേഴ്സ് അവർക്ക് മനസ്സിലാകണം. ആ രീതിയിൽ ജസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവരോട് സംസാരിക്കാനായിട്ട് പറ്റണം. പിന്നെ നമ്മൾ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അവരോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യരുത്. നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇവർ ഇമോഷണലി അവര് സ്റ്റേബിൾ ആയിട്ടില്ല. അവർ സ്റ്റേബിൾ ആകാൻ തുടങ്ങുന്നേ ഉള്ളൂ. ആ ഒരു ജേണിയിലേക്ക് നമ്മളും പലപ്പോഴും ഇമോഷണലി അൺസ്റ്റേബിൾ ആകില്ലേ. അതുകൊണ്ട് കുട്ടിയെ ഡീൽ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കുറെ ഏരിയയിൽ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ കുറെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്ലസന്റ് വോയിസ് ടോൺ ആയിരിക്കണം. പിന്നെ അവരെ ഹഗ് ചെയ്യാം, അവരോട് ചിരിക്കാം, അവരെ കിസ് ചെയ്യാം. ഇതൊക്കെ അവരുടെ റൈറ്റ്സ് ആണ്. അവർ സ്നേഹിക്കപ്പെടാൻ റൈറ്റ്സ് ഉള്ള ഹ്യൂമൻ ബീയിങ് ആണ്. പിന്നെ അവരുടെ കുറെ നീഡ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. അത് ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്. ഫുഡ്, വാട്ടർ, പ്രോപ്പർ ആയിട്ട് നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്, ക്ലീൻ വാട്ടർ, പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഡ്രസ്സ്, ക്ലോത്തിങ്, പിന്നെ അവർക്ക് ആവശ്യത്തിനുള്ള റെസ്റ്റും സ്ലീപ്പും, പിന്നെ ആവശ്യത്തിനുള്ള റിക്രിയേഷൻസ്, അവരുടെ എന്റർടൈൻമെന്റ്, ആക്ടിവിറ്റി, എക്സസൈസ്. ജസ്റ്റ് ഒരു
എക്സാമ്പിൾ പറയാം. ആകാശ് ആസ് എ കിഡ് did not get much opportunity to play outdoor games. ആകാശിനൊരു അവൻ കുട്ടിയായിരുന്നു, അപ്പം അവന് പുറത്തു പോയി കളിക്കാനുള്ള ഓപ്പർച്യൂണിറ്റികളൊന്നും കാര്യമായി കിട്ടിയില്ല. He is now 14. ഇപ്പൊ അവൻ 14 വയസ്സായി. Although otherwise healthy ഒക്കെയാണ്, he gets pain in his leg and arm muscles whenever he plays football. Guess why? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ആകാശ് ഒരു കൊച്ചുകുട്ടിയായിരുന്ന സമയത്ത് ആകാശിന് ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാനെന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയില്ല. ഇപ്പോ ആകാശ് 14 വയസ്സായി, അവൻ ഹെൽത്തി ഒക്കെ തന്നെയാണ്. പക്ഷെ എപ്പോഴൊക്കെ ഫുട്ബോൾ കളിക്കൂ അവന്റെ കാലിലും കൈയുടെ മസിൽസും എല്ലാം വല്ലാതെ പെയിൻ വരും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ പറ്റും? യെസ്, അത് ചെയ്യുമ്പോഴത്തേക്ക് വരുന്നതാണ്. അതെ. കാരണം അവര് കൊച്ചു പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡെവലപ്മെന്റ് നടക്കുന്ന സമയമാണ്. ശരീരത്തിനാണെങ്കിലും മനസ്സിനാണെങ്കിലും ഡെവലപ്മെന്റ് നടക്കും. അപ്പൊ ആ ഒരു സമയത്ത് തന്നെ പല ആക്ടിവിറ്റീസിലും ഔട്ട്ഡോർ ഗെയിംസിലും അവൻ ചെയ്തിരുന്നെങ്കിൽ അവന്റെ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് കൂടുതൽ സ്ട്രോങ് ആകും. അപ്പൊ അവൻ ആ ഒരു ഏജില് ഫുട്ബോൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ അവന് ഈ പെയിൻ വരില്ല. ഓക്കെ, അപ്പൊ അതാണ്. അപ്പൊ ശരിക്കും കുട്ടികൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അവർ എക്സ്പ്ലോർ ചെയ്യാൻ അനുവദിക്കണം. പുറം ലോകവുമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനും ഒരു ഫിസിക്കൽ എക്സസൈസുകൾ, ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ആകാനും കളിക്കാനും ഓടാനും ഒക്കെയുള്ള ഒരു സാഹചര്യങ്ങൾ അവനുണ്ടായിരിക്കണം. പിന്നെ ഹൈജീൻ, ഒരു സൈക്കോളജിക്കൽ നീഡ്സിൽ ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നതാണ് ഹൈജീൻ. നമ്മൾ ഓൾറെഡി ഹൈജീന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ സോഷ്യോ ഇമോഷണൽ നീഡ്സിലാണ് ലവ് ആൻഡ് സെക്യൂരിറ്റി. ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. പിന്നെ കുട്ടിയെ ഇൻഡിപെൻഡന്റ് ആക്കണം, ഇൻഡിപെൻഡൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. നല്ലൊരു സോഷ്യോ ഇമോഷണൽ എൻവിയോൺമെന്റ്, അല്ല അങ്ങനെ ഒരു എൻവിയോൺമെന്റിൽ തന്നെ കുട്ടി വളരണം എന്നുള്ളതാണ് എന്റെ സ്മൂത്ത് ഹെൽത്തി ഇമോഷണൽ ഡെവലപ്മെന്റ് കുട്ടിക്ക് നടക്കുള്ളൂ. കുട്ടിക്ക് കരയണം എന്നുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. തൊട്ടടുത്ത വീട്ടില് ഒരു കൊച്ചു മോനുണ്ട് കേട്ടോ, അവന്റെ ഒരു കൂട്ടുകാരൻ കളിക്കാൻ വരും. രണ്ടുപേരും UKG പഠിക്കുക. എനിക്കിങ്ങനെ കേൾക്കാം, തൊട്ടടുത്ത വീടാ. കളിക്കാൻ വന്ന കൂട്ടുകാരനും ഈ മോനും കൂടെ എന്തോ ഒന്ന് കളിച്ചപ്പോ എന്തോ ഇതില് ഈ വന്ന കൂട്ടുകാരൻ കരയാൻ തുടങ്ങി. അപ്പോഴേക്കും ഈ മറ്റേ കൊച്ചിന്റെ അമ്മ അവിടെ ഉണ്ട്. അത് പറയാ, നീ ഒരു ആൺകുട്ടിയല്ലേ, നീ സ്ട്രോങ് അല്ലേ, ആൺകുട്ടികൾ കരയാൻ പാടുണ്ടോ? നീ കരയുവാണെങ്കിൽ അവന്റെ പേര് പറഞ്ഞിട്ട് ഇകാരം ചേർത്തിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ അങ്ങനെ വിളിക്കും, എന്നിട്ട് നിനക്ക് മുടി കെട്ടിത്തരും, പൊട്ടു വെച്ച് തരും, കമ്മലിട്ട് തരും. അപ്പോഴേക്കും അവന്റെ കരച്ചിൽ നിന്നു, അവന് നാണക്കേടായി. അപ്പൊ ഞാൻ ഓർക്കുക, എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്, സങ്കടം വരും, ദേഷ്യം വരും. ഇത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്തൊരു ഫ്രസ്ട്രേഷൻ ആണല്ലേ. ആൺകുട്ടിയാണെന്നും പറഞ്ഞ് അവനോട് കരയരുതെന്ന് പറഞ്ഞത് അത് ശരിയാന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവൻ കരഞ്ഞിരുന്നെങ്കിൽ, മീൻസ് ഓരോ വിഷമങ്ങൾ വരുമ്പോ നമുക്ക് കരയാനൊരു സ്പേസ് കിട്ടുവാണെങ്കിൽ നമ്മുടെ ഇമോഷണൽ നമുക്കൊരു ആശ്വാസം ഉണ്ടാവൂലേ. നമ്മൾ വെന്റിലേറ്റ് ചെയ്തു, പുറത്തേക്ക് പോയി, നമ്മളുടെ ആ ഒരു സങ്കടം ഉണ്ട് ഉള്ളില്. പക്ഷെ നമുക്ക് കരഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് ആ ഒരു റിലാക്സ്, നമ്മൾ റിലീവായി. അപ്പോ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ ലെറ്റ് ദം ക്രൈ, ഒരു കരയട്ടെ. സോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇത് എന്താ പറയാ, അനുശ്രീ ആയിരുന്നില്ലേ കഥ പറഞ്ഞുകൊണ്ടിരുന്നേ? ജോയിൻ ചെയ്തിരുന്നു? ഞാൻ ഇടയ്ക്ക് ചോദിക്കണമെന്ന് വിചാരിച്ചു വിട്ടുപോയി. എനിവേ നെക്സ്റ്റ് ക്ലാസ്സിൽ കഥ കേൾക്കാം. സോ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ് ഞാൻ മിക്കവാറും യൂണിറ്റ് 6 ആയിരിക്കും എടുക്കുന്നത്. എനിവേ നോക്കാം. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടെങ്കിൽ സൈൻ ഔട്ട് ചെയ്യാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. യെസ് പ്ലീസ്. യെസ്, നെറ്റി ആരും മിണ്ടുന്നില്ലല്ലോ, ബോറടിച്ചോ? Thank you, Miss. Thank you, teacher.